ഒരു കാര്യം എങ്ങനെ വളരെ വേഗത്തിൽ പഠിച്ചെടുക്കാം എന്നതാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നത്. 2011 ഞെട്ടിക്കുന്ന ഒരു സംഭവം ഉണ്ടായി. സ്കോട്ട് യങ് എന്നു പേരുള്ള ഒരു പയ്യൻ 4 വർഷം എടുത്ത് പഠിക്കേണ്ട MIT കമ്പ്യൂട്ടർ സയൻസിന്റെ സിലബസ് ഫാസ്റ്റ് ലേണിംഗ് വഴി വെറും 1 വർഷം കൊണ്ട് പഠിച്ചു തീർക്കുകയുണ്ടായി. അതുപോലെ തന്നെ വെറും 30 ദിവസങ്ങൾ കൊണ്ട് ബിഗിനറിൽ നിന്നും എക്സ്പേർട്ട് ലെവലിൽ ചിത്രം വരയ്ക്കുവാനും പഠിച്ചു. യാതൊരു തരത്തിലുള്ള കോഴ്സിന്റെയും സഹായമില്ലാതെ 3 മാസം കൊണ്ട് സ്പാനിഷ് ഭാഷ പഠിക്കുകയും ഇതുകൂടാതെ 1 വർഷം കൊണ്ട് പോർച്ചുഗീസ്, ചൈനീസ്, കൊറിയൻ തുടങ്ങിയ ഭാഷകളും പഠിച്ചെടുത്തു. എന്നാൽ സ്കോട്ട് ഇതൊക്കെ ചെയ്തത് എങ്ങനെയാണ്? അതാണ് ഇന്ന് വീഡിയോയിലൂടെ പറഞ്ഞു തരാൻ പോകുന്നത്. ഫാസ്റ്റ് ലേണിംഗിന്റെ മാസ്റ്റർ ക്ലാസ് ആണ് ഇന്ന് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. ഈ വീഡിയോ കണ്ടതിന് ശേഷം 2-3 മാസം നിങ്ങൾ പഠിച്ചിരുന്ന കാര്യങ്ങൾ വെറും 1-2 ദിവസങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് പഠിച്ചു തീർക്കാൻ സാധിക്കും. ഏതെങ്കിലും ഒരു കാര്യത്തിൽ 0 ലെവലിൽ നിന്നും എക്സ്പേർട്ട് ലെവലിലേക്ക് എത്തുന്നതിനായി പ്രധാനപ്പെട്ട 3 ഫേസസ് ആണ് കടക്കുന്നത്. ഈ 3ലും ലേണിംഗ് സ്ട്രാറ്റജീസ് വ്യത്യസ്തമായിരിക്കും. ഫേസ് 1 ഗെറ്റിംഗ് സ്റ്റാർട്ടഡ്. ഏതെങ്കിലും ഒരു കാര്യം പഠിക്കുവാനായി നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ പണ്ട് ഉപയോഗിച്ചിരുന്ന അതേ രീതി പിന്തുടരരുത്. അത് സ്ലോ ലേൺസിന്റെ രീതിയാണ്. ഏതെങ്കിലും കാര്യം വളരെ വേഗത്തിൽ പഠിച്ചെടുക്കാനായി രാവിലെ ഉണർന്ന ഉടനെ ആ കാര്യത്തെപ്പറ്റി പഠിച്ചു തുടങ്ങുക. ഒരു ദിവസം മുഴുവൻ ഉപയോഗിച്ച് അതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുക. രാവിലെ 0 ലെവലിലായിരുന്ന നിങ്ങൾക്ക് അതേ കാര്യത്തെപ്പറ്റിയുള്ള ബേസിക്സ് മുഴുവനും വൈകുന്നേരമാകുമ്പോൾ അറിയാമായിരിക്കും. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ അടുത്ത 10 ദിവസം കൊണ്ട് മറ്റെല്ലാവരും പഠിക്കുമായിരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഒറ്റ ദിവസം കൊണ്ട് പഠിക്കാൻ സാധിക്കുകയും മറ്റുള്ളവരിൽ നിന്നും നിങ്ങൾ ഒരു പിടി മുകളിലാവുകയും ചെയ്യും. നിങ്ങൾ ഈ പഠിച്ച കാര്യങ്ങളിൽ 80/20 പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യുക. നിങ്ങളുടെ 80% കാര്യങ്ങൾ ചെയ്യാൻ സഹായിക്കുന്ന ആ 20% പാഠഭാഗങ്ങളെ നല്ല രീതിയിലും ആഴത്തിലും പഠിക്കുക. എല്ലാ സ്കിൽസും ഒരുപോലെ എളുപ്പത്തിൽ പഠിക്കാൻ സാധിച്ചു എന്ന് വരില്ല. ചില കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ കുറച്ച് സമയം വേണ്ടിവരും. ഉദാഹരണത്തിന് ഡ്രൈവിംഗ്, പുതിയ ഭാഷ പഠിക്കുക തുടങ്ങിയവ. പക്ഷേ എന്ത് പഠിക്കുമ്പോഴും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു നിയമമാണ് പാർക്കിൻസൺസ് ലോ. അതായത് നിങ്ങളൊരു കാര്യം ചെയ്യാൻ എത്ര സമയമാണോ നിങ്ങൾക്ക് നൽകുന്നത് അത് ചെയ്തു തീർക്കാനും അത്ര തന്നെ സമയം വേണ്ടിവരും എന്നതാണ് പാർക്കിൻസൺസ് ലോ. അതുകൊണ്ട് 80/20 പ്രിൻസിപ്പിൾ ഉപയോഗിച്ചുകൊണ്ട് 80% കാര്യങ്ങളെയും കവർ ചെയ്യുന്ന പ്രധാനപ്പെട്ട 20% പാഠഭാഗങ്ങൾ മാത്രം വളരെ കുറഞ്ഞ സമയം കൊണ്ട് പഠിച്ചെടുക്കുക. ഇത്രയും ചെയ്യുന്നതിലൂടെ നിങ്ങൾ ആ സ്കില്ലിന്റെ ബിഗിനർ ലെവൽ കടക്കുന്നതാണ്. ഫേസ് 2 ഗെറ്റിംഗ് ബെറ്റർ. ഇനി വേഗത്തിൽ പഠിച്ചെടുക്കാൻ ആഗ്രഹിക്കുന്ന ആ സ്കില്ലിനെ ബെറ്റർ ആക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇത് ഡെലിബറേറ്റ് പ്രാക്ടീസിൽ കൂടി മാത്രമേ നേടാനാകൂ. ഒരു കാര്യം വീണ്ടും വീണ്ടും എഴുതി പഠിക്കുന്ന പഴയ രീതിയല്ല ഇത്. സ്ട്രക്ചർഡായ രീതിയിൽ പരിശീലിക്കുന്നതിനാണ് ഡെലിബറേറ്റ് പ്രാക്ടീസ് എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം നോക്കാം. നിങ്ങൾ ഡ്രൈവിംഗ് പരിശീലിക്കുകയാണെന്ന് കരുതുക. ബേസിക്സ് ഒക്കെ പഠിച്ചു കഴിഞ്ഞ് നിങ്ങൾക്ക് അത്യാവശ്യം ഡ്രൈവിംഗ് അറിയാം എന്ന നിലയിലെത്തി. ഇനി നിങ്ങളുടെ ഡ്രൈവിംഗ് കുറച്ചുകൂടി മെച്ചപ്പെടുത്താനായി നിങ്ങൾ എന്തായിരിക്കും ചെയ്യുക? വണ്ടിയെടുത്ത് റോഡിലൂടെ ഓടിച്ചു നോക്കി പരിശീലിക്കുന്നല്ലേ? ഇനി നിങ്ങൾ എല്ലാ ദിവസവും ഒരേ വഴിയിൽ കൂടിയാണ് ഓടിച്ച് പരിശീലിക്കുന്നതെങ്കിൽ ഇതിനെ നമുക്ക് നോർമൽ പ്രാക്ടീസ് എന്ന് പറയാം. എന്നാൽ ഡെലിബറേറ്റ് പ്രാക്ടീസിൽ നിങ്ങൾ ചില സമയത്ത് വാഹനം പാർക്ക് ചെയ്യുന്നതിനെ പറ്റിയായിരിക്കും പരിശീലിക്കുക. ചിലപ്പോൾ റിവേഴ്സ് എടുക്കുന്നതായിരിക്കും നോക്കുക. ചില സമയം ഓഫ് റോഡിലൂടെയും വാഹനം ഓടിച്ചു നോക്കും. വ്യത്യസ്ത സാഹചര്യങ്ങളിൽ കൂടെ ഒരേ സ്കിൽ മെച്ചപ്പെടുത്താൻ ശ്രമിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു സ്കിൽ വേഗത്തിൽ പഠിക്കാനും ബിഗിനറിൽ നിന്നും ഇന്റർമീഡിയറ്റ് ലെവൽ എത്തുന്നതിനുമായി ഇനി പറയാൻ പോകുന്ന 2 റൂൾസ് ഫോളോ ചെയ്യുക. നമ്പർ 1 ഫ്രീക്വന്റ് ടെസ്റ്റിംഗ്. നമ്മളിൽ പലരും വർഷം മുഴുവൻ നല്ല രീതിയിൽ പഠിക്കാറുണ്ട്. എന്നാൽ ഒരു വ്യക്തി എത്ര നേരം പഠിച്ചു എന്നതല്ലല്ലോ പരീക്ഷയുടെ മാനദണ്ഡം. പകരം പഠിച്ചതിൽ നിന്നും നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഓർമ്മയുള്ളത്, നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഓർത്തെടുക്കാൻ സാധിക്കുന്നത് എന്നത് കണ്ടുപിടിക്കുക എന്നതാണ് പരീക്ഷയുടെ ലക്ഷ്യം. ഏതെങ്കിലും ഒരു കാര്യം പഠിച്ചതിൽ നിന്നും നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായി എന്നറിയാനായി കോഴ്സ് അവസാനിക്കുന്നത് വരെയോ പരീക്ഷ വരെയോ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. സ്വന്തമായി എല്ലാ ദിവസവും മിനി ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് നോക്കുക. ഉദാഹരണത്തിന് നിങ്ങൾ വീഡിയോ എഡിറ്റിംഗ് സ്കില്ലാണ് പഠിക്കുന്നതെങ്കിൽ അതിൻ്റെ വീഡിയോസ് മാത്രം കണ്ടിരിക്കാതെ ചെറിയ എഡിറ്റിംഗ്സ് ഒക്കെ ചെയ്ത് സ്വന്തം സ്കില്ലിനെ ടെസ്റ്റ് ചെയ്യുക. നമ്പർ 2 ഇൻറ്റൻസ് ഫീഡ്ബാക്ക് സിസ്റ്റം. ഒരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ഓർമ്മയുണ്ടോ എന്ന് പരീക്ഷിച്ച് നോക്കുക. ഇതിനേക്കാളും പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അതെവിടെ, എങ്ങനെ, എന്തുകൊണ്ട് വന്നു എന്ന് മനസ്സിലാക്കുക എന്നതാണ്. തെറ്റുകൾ കണ്ടെത്തുന്നതോടൊപ്പം തന്നെ അവയെ ഇംപ്രൂവ് ചെയ്യാനും ശ്രമിക്കുക. ആക്ഷൻ, ഫീഡ്ബാക്ക്, ഇംപ്രൂവ്, ഇതാണ് ശരിക്കുമുള്ള പഠനത്തിൻ്റെ ഒരു സൈക്കിൾ. ഇതിലേതെങ്കിലും ഒരു ഭാഗം നമ്മൾ മാറ്റുകയാണെങ്കിൽ, ഉദാഹരണത്തിന് ഫീഡ്ബാക്ക് എന്ന ഘടകത്തെ നിങ്ങൾ ഒഴിവാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കില്ല. പ്രശ്നം എന്തെന്നാൽ നമ്മളെല്ലാവരും സെൽഫ് സെർവിങ് ബയാസ് ഉള്ളവരാണ്. അതായത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നമുക്ക് ഒരിക്കലും കുറ്റം കണ്ടുപിടിക്കാൻ സാധിക്കാറില്ല, അല്ലെങ്കിൽ തോന്നാറില്ല. വീഡിയോ എഡിറ്റിംഗ് പഠിച്ചതിന് ശേഷം നിങ്ങൾ ആദ്യം ചെയ്യുന്ന വീഡിയോ ചിലപ്പോൾ അത്ര തന്നെ നല്ലതാണെന്ന് വരില്ല. ഒരുപക്ഷെ അത് ഏറ്റവും മോശമായതുമാകാം. എന്നാൽ ഇത് നിങ്ങൾക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ സാധിക്കില്ല. നിങ്ങളെ സംബന്ധിച്ച് ഇത് മികച്ച ഒന്നായിരിക്കും. ഇത് നിങ്ങൾ മറ്റൊരാളെ കാണിക്കുന്നതിലൂടെ നിങ്ങൾക്ക് കുറച്ചുകൂടി ഹോണസ്റ്റായ ഒരു ഫീഡ്ബാക്ക് ലഭിക്കുന്നു. അതായത് നിങ്ങൾ ചെയ്തതിൽ മെച്ചപ്പെട്ട ഭാഗങ്ങൾ ഏതായിരുന്നു, എവിടെയൊക്കെ പ്രശ്നമുണ്ടായിരുന്നു തുടങ്ങിയവയ്ക്ക് മറ്റൊരാൾ പറഞ്ഞു തരുന്നതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും.
ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് കുറച്ചുകൂടി ബെറ്റർ ആകാൻ സാധിക്കും. അങ്ങനെ നിങ്ങൾ ഇന്റർമീഡിയറ്റ് ലെവലിൽ എത്തുകയും, ഇന്റർമീഡിയറ്റ് ലെവൽ എന്ന് പറഞ്ഞാൽ ബേസിക്കിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ അറിയാം എന്നാൽ എക്സ്പേർട്ടുമല്ല എന്നതാണ്. ഇനി ഇതിൽ നിന്നും നിങ്ങൾ ലാസ്റ്റ് ഫേസിലേക്കാണ് എൻ്റർ ചെയ്യുന്നത്, അതായത് എക്സ്പേർട്ട് ലെവലിലേക്ക്. ഏതെങ്കിലും ഒരു സ്കിൽ ഏറ്റവും മികച്ച വ്യക്തിയാകാൻ നിങ്ങൾ ഒരു കാര്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇത് നിങ്ങളുടെ പഠനത്തെ 90% ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. അതാണ് പഠനത്തിന് പിന്നിലെ പേർപ്പസ്. നിങ്ങൾ പഠിക്കുന്ന കാര്യം എങ്ങനെയാണ് ഉപയോഗിക്കാൻ പോകുന്നത്, അത് നിങ്ങൾക്ക് എങ്ങനെയാണ് ഉപകാരപ്പെടുക എന്നതാണ് പേർപ്പസ്. ഒരു കാര്യം പഠിക്കേണ്ടത് നിങ്ങൾക്ക് എത്രത്തോളം അത്യാവശ്യമാണ് എന്നത് അതേ കാര്യം പെട്ടെന്ന് പഠിച്ചെടുക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു ഘടകമാണ്. ഉദാഹരണത്തിന് എൻ്റെ ഒരു സുഹൃത്തിനെ പറ്റി പറയാം. അദ്ദേഹം ഒരു ബിസിനസ് നടത്തുകയാണ്. ആരംഭിച്ച സമയത്ത് തൻ്റെ എല്ലാ പ്രോജക്റ്റുകളും ക്ലയൻറ്റ്സ്, എംപ്ലോയീസ്, ഫൈനാൻസേഴ്സ് തുടങ്ങിയവയ്ക്ക് എക്സൽ ഷീറ്റിൽ മാനേജ് ചെയ്യുമായിരുന്നു. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ അദ്ദേഹം പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു. ഇതിനേക്കാളും മികച്ച ഒരു വഴി കണ്ടെത്തേണ്ടത് വളരെയധികം അത്യാവശ്യമായിരുന്നു. കുറച്ച് പഠനമൊക്കെ നടത്തിയതിനു ശേഷം മികച്ച രീതിയിൽ തന്നെ സഹായിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ അദ്ദേഹം കണ്ടെത്തുകയും ചെയ്തു. എന്നാൽ അദ്ദേഹത്തിന് ഇത് ഉപയോഗിക്കാൻ അറിയില്ലായിരുന്നു. ഈ സോഫ്റ്റ്വെയറിനെ പറ്റി പഠിപ്പിക്കുന്ന ഒരു കോഴ്സിൽ ചേർന്ന് അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട എല്ലാ അടിസ്ഥാന കാര്യങ്ങളും പഠിച്ചെടുക്കുകയാണ് ഉണ്ടായത്. പഠിച്ചതിന് ശേഷം കുറച്ച് ദിവസങ്ങൾ അതുമായി ബന്ധപ്പെട്ട പരിശീലനം നടത്തുകയും പിന്നെ സംശയങ്ങളൊക്കെ യൂട്യൂബ്, ഗൂഗിൾ തുടങ്ങിയവയുടെ സഹായത്താൽ മാറ്റുകയും ചെയ്തു. വെറും ഒരാഴ്ച കൊണ്ട് സാധാരണ എക്സൽ ഷീറ്റിൽ നിന്നും വളരെയധികം എഫിഷ്യൻ്റായ പുതിയ സോഫ്റ്റ്വെയറിലേക്ക് അദ്ദേഹത്തിന് മാറാനും സാധിച്ചു. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്തെന്നാൽ, സ്ട്രോങ് പേർപ്പസ് ഉണ്ടെങ്കിൽ ഒരു കാര്യം പഠിക്കുന്നതിൽ മടുപ്പ് തോന്നുകയുമില്ല. അത് പഠിക്കാൻ സമയമെടുക്കുകയുമില്ല. ഒരാവശ്യവുമില്ലാതെ ഒരു കാര്യം പഠിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ ബോറായി പോകും. മാത്രമല്ല ആ കാര്യം പകുതി വഴിയിൽ ഉപേക്ഷിക്കുകയും ചെയ്യാം. എന്നാൽ കൃത്യമായ ഒരു ലക്ഷ്യം മനസ്സിലുണ്ടെങ്കിൽ, ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും, കഷ്ടപ്പാടുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങളത് പഠിക്കുക തന്നെ ചെയ്യും. നിങ്ങളുടെ സ്കിൽ ലേണിംഗ് എഫിഷ്യൻസി വർദ്ധിപ്പിക്കുവാനായി സ്കോട്ട് എച്ച് യങ്ങിൻ്റെ അൾട്രാ ലേണിംഗ് എന്ന പുസ്തകവും ജോനാഥൻ എൽ ലെവിയുടെ ദ ഓൺലി സ്കിൽ ദാറ്റ് മാറ്റേഴ്സ് എന്ന പുസ്തകവും വായിക്കാവുന്നതാണ്.